ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഇപ്പോഴാണ് ആത്മാർത്ഥമായി തോന്നിയത്. അമ്മ ഇങ്ങോട്ട് പോയി. അമ്മ സുഖമില്ലെന്നും പറഞ്ഞ് ആശുപത്രി പോയി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തരാം. ഇട്ട് വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. ഇതാ ചേട്ടാ. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പാൽക്കാപ്പി കുടിക്കുന്ന ആളിന് ഇവിടുത്തെ കട്ടൻ കാപ്പി ഇഷ്ടാവുമോ? ഇതിന്റെ സ്വാദ് മരണം വരെ നിലനിൽക്കും. ചേട്ടൻ എന്തോ മനപ്രയാസമുള്ളത് പോലെ. ഏയ്, ഒരു മനപ്രയാസവുമില്ല. എന്നാണ് നമ്മുടെ കല്യാണം? നമ്മുടെ കല്യാണം നടക്കില്ല. ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? അകന്നുപോയ കഴുകുമരം വീണ്ടും എന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്നു. ദേവരാജൻ സ്ഥലം മാറ്റമാണ്. പഴയ ശിവരാമൻ നായർ കേസന്വേഷണത്തിന് വരും. ഷാജിയെ വെറുതെ വിട്ടിട്ട് എന്റെ പേരിൽ കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യും. അയ്യോ, ഇത് നേരാണോ? നേരാണ്. എന്നെ തൂക്കിക്കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായി. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമെങ്കിലും നീ ഒരു വിവാഹം കഴിക്കണം. അണി, അതിനുശേഷമെങ്കിലും നല്ലൊരു ജീവിതം നിനക്കുണ്ടാകണം. സേതു, ഞാനിപ്പോൾ ചിലതൊക്കെ അറിഞ്ഞു. അതൊക്കെ നേരാണോ? നേരാണ്. ഞാൻ ജയിലിലേക്ക് പോകുമെന്ന് പറയാനാണ് വന്നത്. അവസാന യാത്ര പറയാൻ. കോളേജിൽ പഠിക്കുമ്പോൾ സേതു പറഞ്ഞിരുന്നു ഒരു ദിവസം വീട്ടിൽ വരാമെന്ന്. അത് ഈ ദിവസമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിമ്മി, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം രണ്ടു തരത്തിൽ തകർന്നു. ഷാജി കാരണം. എന്റെ ജീവൻ കയറിൽ പിടയുമ്പോഴും ഞാൻ ചിലരെയൊക്കെ ഓർമ്മിക്കും. അതിലൊരാൾ നിമ്മിയാണ്. ഞാൻ പോകുകയാണ്. സേതു, അതെന്ത് വേണമെങ്കിലും ചെയ്യാം. പണിക്കായിട്ട് സംഭവിച്ചേക്ക്. ഓക്കെ, ശരി. എന്തിനിപ്പോൾ ഇവിടെ വന്നു? എന്തിനു വന്നു? നിന്നോട് പ്രതികാരം ചെയ്യാൻ. നിരപരാധിയായി എന്നെ കള്ളനെന്ന് മുദ്രയടിച്ച് എന്റെ ജീവിതം തോർക്കുക. SI ദേവരാജനെ കൊല്ലാൻ നീ ആളെ വെച്ചില്ലേ? നിഷ്കളങ്കയായ നിന്റെ ഭാര്യയെ എന്റെ പേര് പറഞ്ഞ് നീ പീഡിപ്പിച്ചില്ലേ? സത്യസന്ധനായ പോലീസ് ഇൻസ്പെക്ടർ സ്ഥലം മാറ്റിച്ചിട്ട് ഇവിടം നിന്റെ കൂത്തിറങ്ങാക്കാൻ ശ്രമിക്കുന്നില്ലേ? അതിന്
ദേവരാജൻ. സേതു എവിടെയുണ്ട്? ഞാൻ വീട്ടിൽ പോയി തിരക്കി, അവിടെ കണ്ടില്ല. അവന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്. സേതു എങ്ങോട്ട് പോയെന്ന് അറിയില്ല സർ. റാണിയുടെ വീട്ടിൽ കാണുമോ? ഞാൻ അവിടെ പോയി തിരക്കാം. അവനെ കാണാതെ അവന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ. ഞാനിവിടെ ഉണ്ടച്ച. അമ്മയോട് പറയൂ ഈ മകനോട് ക്ഷമിക്കാൻ. എന്നെ കൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് മാപ്പ് തരണം. ഇൻസ്പെക്ടർ സാർ, ഒരിക്കൽ കുറ്റം ചെയ്യാതെ ഞാൻ ജയിലിൽ പോയി. ഇപ്പോൾ ഞാൻ കുറ്റം ചെയ്തു. ഷാജിയെ ഞാൻ കുത്തിക്കൊന്നു. എന്നെ ലോക്കപ്പിലാക്കൂ. ഇൻസ്പെക്ടർ സാർ, എന്റെ അവസാനത്തെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. ജിജിയെ അങ്ങ് വിവാഹം കഴിക്കണം. അവൾക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും മറ്റാരുമില്ല. ജിജിയെ ഞാൻ വിവാഹം ചെയ്യും സേതു.